ായിരിക്കുന്ന നാം പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. പല ചോദ്യത്തിൻ്റെയും മുൻപിൽ ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്നവരാണ് നാം പലപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്: എനിക്കാരുണ്ട്? എന്നെ സഹായിപ്പാൻ ആരുണ്ട്? എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആരുണ്ട്? എനിക്ക് വേണ്ടി ആര് എൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വരും? പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നവരാണ് നാം. പലപ്പോഴും എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ അലട്ടുന്നവരാണ് നാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഗോസ്പൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, എനിക്കാരുമില്ല എന്ന് ചോദിക്കുന്ന ചിലരോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്പസമയത്തെ ചിന്തയ്ക്കാൻ നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ബെത്സൈദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതേ സമയത്ത് ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായെന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 38 ആണ്ട് രോഗം പിടിച്ച ഒരു മനുഷ്യൻ ആ ദേശത്തുണ്ടായിരുന്നു, യെരുശലേമിൽ. ആ യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ബെത്സൈദ എന്ന കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുവാനിടയായിത്തീരുന്നത്, ഏത് വ്യാധി പിടിച്ച വ്യക്തിയാണെങ്കിലും, ഏത് രോഗം പിടിച്ച വ്യക്തിയാണെങ്കിലും വെള്ളം കലക്കാൻ ദൂതൻ ഇറങ്ങി വരുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ച വ്യക്തിയാണെങ്കിലും സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ കുളത്തിലിറങ്ങാൻ ആ വ്യക്തിക്ക് പറ്റിയില്ല. കാരണം കുളം കലക്കുമ്പോൾ അതിനു മുന്നമേ തനിക്ക് മുൻപായി പലരും ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു കൊണ്ടുപോവുക, വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോവുക. അവിടെ ആ രോഗി പറയുന്നുണ്ട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. നിസ്സഹായതയുടെ വാക്കുകളാണ്, നിരാശയുടെ വാക്കുകളാണ്, ഒരു പ്രത്യാശയില്ലാത്ത വാക്കുകളാണ്. ആ വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിൽ ആക്കുവാൻ, കുളത്തിലേക്ക് ഇറക്കുവാൻ എനിക്കാരുമില്ല. കാരണം ഞാൻ ചെല്ലുമ്പോൾ തന്നെ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ഇറങ്ങുന്നതിന് മുന്നമേ പലരും വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക. എന്നാൽ യേശു ഈ 38 ആണ്ട് രോഗം പിടിച്ച മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഈ കുളത്തിൽ ഇന്നലെ വരെ ഒരു ചരിത്രം പറയാനുള്ളത്, ഈ കുളത്തിലിറങ്ങുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. എന്നാൽ തന്നെ സഹായിപ്പാൻ ആരുമില്ലാത്ത ഈ വ്യക്തിക്ക്, തന്നെ കുളത്തിലോട്ടിറക്കുവാൻ ആരുമില്ലാത്തൊരു വ്യക്തിക്ക് ചരിത്രത്തിലില്ലാത്തൊരു വിടുതൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിടുതൽ, താൻ പ്രതീക്ഷിക്കാത്തൊരു വിടുതൽ ഈ വ്യക്തിക്ക് വേണ്ടി, ഈ 38 ആണ്ട് രോഗം വ്യക്തിക്ക് വേണ്ടി എൻ്റെ യേശു ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. എനിക്കാരുമില്ല എന്നുള്ള വാക്ക് ആ വ്യക്തി പറയുമ്പോൾ, ആ രോഗി പറയുമ്പോൾ, യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഇന്നലെ ചെയ്ത പോലുള്ള ഒരു വിടുതലല്ല
ഇന്നലെ ചെയ്ത പോലുള്ളൊരു ദൈവപ്രവൃത്തി അല്ല, വ്യത്യസ്തമായ നിലയിൽ വ്യത്യസ്തമായൊരു ദൈവപ്രവൃത്തി അനേക നാളുകളായി പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ അനേക നാളുകളായി ഭാരത്തോടെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി യേശു അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മൾ പറയുന്നു, കർത്താവേ എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നവരാണ്, നാളുകളായി ദൈവത്തെ വിളിക്കുന്നവരാണ്, എന്നാൽ എൻ്റെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങിയ പലരും, എൻ്റെ കൂടെ പഠിച്ച പലരും ഉന്നതമായ നിലയിൽ അവർ ആയിരിക്കുന്നു, ഉന്നതമായ നിലയിൽ അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ എൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ, എന്നെ ഒന്ന് സഹായിപ്പാൻ, എനിക്കൊരു കൈത്താങ്ങൽ തരാൻ എനിക്കാരുമില്ല എന്ന് പറയുന്ന, നിരാശയുടെ വാക്കുകൾ പറയുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, ദുഃഖത്തിലിരിക്കുന്ന, നിരാശയിലിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ആരുമില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് എൻ്റെ യേശു ഉണ്ട്. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരുമില്ലാത്തവർക്ക് കർത്താവുണ്ട്, ആരും സഹായമില്ലാത്തവർക്ക് ദൈവമുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും. അപ്പോൾ ആരുമില്ലാത്തവർക്ക് പെറ്റതള്ളയേക്കാൾ ഉറ്റ് സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ മാറ്റാൻ, നിൻ്റെ പ്രയാസങ്ങളെ മാറ്റാൻ, വേദനകളെ മാറ്റാൻ, എനിക്കാരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില പ്രയാസങ്ങളുടെ നടുവിൽ, ചില രോഗങ്ങളുടെ നടുവിൽ എൻ്റെ രോഗത്തിന് ആര് സഹായിക്കും? എൻ്റെ രോഗത്തിൽ ആര് വിടുവിക്കുവാൻ ഇറങ്ങി വരും? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആര് വഴി തുറക്കും? എൻ്റെ കുഞ്ഞിന് വേണ്ടി ആര് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും? എൻ്റെ പ്രശ്നത്തിൽ ആര് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും? ഞാൻ നിരാശയോടിരിക്കുവാണല്ലോ, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് തലമുറയ്ക്ക് വേണ്ടി, രോഗത്തിൻ്റെ വിഷയത്തിന് വേണ്ടി, കടഭാരത്തിന് വേണ്ടി, പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവം ഇതിലെ കർത്താവ് പറയുന്നു, യേശു നിൻ്റെ കൂടെയുണ്ട്, യേശു നിൻ്റെ അരികിലുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിൻ്റെ കണ്ണീർ തുടയ്ക്കുവാൻ, നിൻ്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ, ഇരട്ടഴിച്ച് സന്തോഷം ഉടിപ്പിക്കുവാൻ യേശു നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശു നിങ്ങൾക്ക് കൂടെയുണ്ട്. ആരുമില്ലാത്തവർക്ക് യേശു കൂടെയുണ്ട്. പെറ്റതള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന യേശു കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ആശ്വാസവും വിടുതലും പ്രത്യാശയും പ്രാപിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.